ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു പുതിയ ദിവസത്തിലേക്ക് പ്രവേശിക്കുവാൻ ആയുസ്സും ആരോഗ്യവും നൽകിയ ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വായന ഭാഗം യോശുവയുടെ പുസ്തകം 16 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം ന്യായാധിപന്മാർ 5-ാം അധ്യായം 18-ാം വാക്യം. നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ. റാഹേലിൻ്റെ ദാസിയായ ബിൽഹയുടെ രണ്ടാമത്തെ പുത്രനായിരുന്നു നഫ്താലി. മല്ലയുദ്ധം ചെയ്യുക, പോർ പൊരുതുക, ഇവയാണ് നഫ്താലി എന്ന പേരിൻ്റെ അർത്ഥങ്ങൾ. ബിൽഹ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ പേര് നൽകുന്നത് റാഹേൽ തന്നെ ആയിരുന്നു. യാക്കോബും കുടുംബവും മിസ്രയീമിലേക്ക് പോകുമ്പോൾ നഫ്താലിക്ക് 4 മക്കൾ ഉണ്ടായിരുന്നു. മരുഭൂമിയിലെ യാത്രയിൽ നഫ്താലി, ദാൻ, ആശേർ ഗോത്രങ്ങളെ ഒരുമിച്ച് പരാമർശിച്ചിരിക്കുന്നു. ഇവയിൽ നഫ്താലിയുടെ സ്ഥാനം സമാഗമന കൂടാരത്തിൻ്റെ വടക്ക് ഭാഗത്തായിരുന്നു. ദേശം വിഭാഗിച്ചു കൊടുക്കുമ്പോൾ അവസാനമായി അവകാശം ലഭിച്ചതും നഫ്താലിക്കായിരുന്നു. വടക്ക് സ്ഥിതി ചെയ്തിരുന്ന 19 പട്ടണങ്ങളും സമീപമുള്ള മലനാടുകളുമായിരുന്നു നഫ്താലി ഗോത്രത്തിൻ്റെ അവകാശഭൂമി. എന്നാൽ നഫ്താലി ഗോത്രത്തിന് തെക്ക് സെബൂലൂൻ ഗോത്രവും പടിഞ്ഞാറ് ആശേറും കിഴക്ക് മനശ്ശെയും ആയിരുന്നു പാർത്തിരുന്നത്. ഗലീല തടാകത്തിന് തെക്ക് മുതൽ വടക്ക് ലെബാനോൻ വരെ വ്യാപിച്ചിരുന്ന പ്രദേശമായിരുന്നു നഫ്താലിയുടേത്. അവിടെ ധാരാളം മഴ ലഭിച്ചിരുന്നു. അതിനാൽ യവം, മുന്തിരി, ഒലിവ് തുടങ്ങിയ ഫലവൃക്ഷങ്ങൾ സമൃദ്ധമായി വളർന്നിരുന്നു. പിതാവിൻ്റെ അനുഗ്രഹ വചസ്സുകളിലും ഫലസമൃദ്ധി നിഴലിച്ചിരിക്കുന്നതായി കാണുന്നു. ഈ സ്ഥലങ്ങളിലൂടെ കച്ചവടത്തിനായുള്ള പാതകളും ഉണ്ടായിരുന്നു. അത് അവരുടെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. ശില്പകലാ വിദഗ്ധനായിരുന്ന ഹീരാമിൻ്റെ മാതാവ് നഫ്താലി ഗോത്രക്കാരിയായിരുന്നു. എന്നാൽ 2 ദിനവൃത്താന്തം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ ദാൻ ഗോത്രക്കാരി എന്നും കാണുന്നുണ്ട്. ഇസ്രായേലിൻ്റെ നായകനായിരുന്ന ബാരാക്ക് നഫ്താലി ഗോത്രക്കാരനാണെന്ന് ന്യായാധിപന്മാർ 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു. പിതാവായ യാക്കോബിൻ്റെ അനുഗ്രഹം നഫ്താലിക്ക് ഉണ്ടായിരുന്നു. നഫ്താലി സ്വതന്ത്രയായി നടക്കുന്ന പേടമാൻ, അവൻ ലാവണ്യ വാക്കുകൾ സംസാരിക്കുന്നു എന്ന്. എന്നാൽ മോശയുടെ അനുഗ്രഹവും അതോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. നഫ്താലിയെ പ്രസാദം കൊണ്ട് തൃപ്തനും യഹോവയുടെ അനുഗ്രഹം നിറഞ്ഞവനുമായി പടിഞ്ഞാറും തെക്കും കൈവശമാക്കുക എന്ന്. ഇങ്ങനെ യാക്കോബിൻ്റെയും മോശയുടെയും അനുഗ്രഹം നഫ്താലി ഗോത്രത്തിൻ്റെ വിഭവ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നുവെങ്കിൽ ദെബോറായുടെ ഗീതം നഫ്താലിയുടെ വീരപരാക്രമത്തെയാണ് പുകഴ്ത്തുന്നത്. നഫ്താലി വിശ്വസ്തതയുള്ള ഗോത്രമായിരുന്നു. അവർ പോർക്കളമേടുകളിൽ തന്നെ ജീവൻ ത്യജിച്ചു എന്നും പറയുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അധിക ഭാഗവും നഫ്താലിയിലാണ് ചെലവഴിച്ചത്. ഭാഗ്യവർണ്ണനകൾ യേശു പറയുന്നതും പുനരുത്ഥാനത്തിനു ശേഷം തൻ്റെ 11 ശിഷ്യന്മാരെ കൂട്ടിച്ചേർത്തതും ഈ ഗോത്രപ്രദേശത്തിനുള്ളിൽ തന്നെ ആയിരുന്നു. മറഞ്ഞിരിപ്പാൻ പാടില്ലാത്തവണ്ണം മലമേലിരിക്കുന്നതായി ക്രിസ്തു സൂചിപ്പിച്ച പട്ടണവും ബെത്സയിദ, കഫർനഹൂം, കോരസീൻ, ഗന്നേസരത്ത് ഇവയെല്ലാം നഫ്താലിയിൽ തന്നെ ആയിരുന്നു. ഇരുട്ടിൽ നടന്നൊരു ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചതും ക്രിസ്തുവിൻ്റെ 1-ാം വരവിൽ ഈ പ്രദേശത്തിന് ലഭിച്ച ശുശ്രൂഷയുടെ ഒരു സൂചന തന്നെ ആയിരുന്നു. പ്രിയമുള്ളവരെ, യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ നഫ്താലി പ്രധാന പങ്ക് വഹിച്ചതുപോലെ ക്രിസ്തുവിൻ്റെ 2-ാം വരവിനായി നമുക്കും ഒരുങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുത്തെ 2-ാം വരവിൽ ഞങ്ങളെയും അവിടുത്തെ നിത്യരാജ്യത്തിന് ഓഹരിക്കാരാക്കണമേ. ആമേൻ.